തെരച്ചിൽ ഇന്ന് 4-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. എനിക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം കൂടിയുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം ഈ വയനാടിനുണ്ടായ കൊടിയ ദുരന്തത്തിൻ്റെ വാർത്തകളുമായി നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക. ഹാഷ്മി, യഥാർത്ഥത്തിൽ ഇന്നലത്തെ രാത്രി കൂടി അവസാനിക്കുമ്പോൾ എവിടെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്? നമ്മൾ ഒരുപാട് തിരയാൻ ബാക്കിയുണ്ട്. ഇന്നിപ്പോൾ 6 മേഖലകളെ തിരിച്ചുള്ള തെരച്ചിൽ നടക്കാൻ പോകുന്നു. അവിടെ ബെയിലി പാലം തുറന്നിട്ടുണ്ട്. അപ്പോഴും ഈ കാലാവസ്ഥ വലിയ വെല്ലുവിളി അവിടെ നിൽക്കുകയാണ്. ഇവിടെ വീണ്ടും മഴ തുടങ്ങി. രാവിലെ മുതൽ മഴയാണ്. ആദ്യം 3 മണിക്കൂറൊക്കെ നല്ല മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഏത് തരത്തിലാണ് മഴ ബാധിക്കുക എന്നറിയില്ല. പക്ഷേ നമ്മൾ ഈ കാണുന്ന ഈ ബെയിലി പാലം വലിയ പ്രതീക്ഷയാണ്. ഇതുവഴി ആംബുലൻസുകളടക്കം വലിയ യന്ത്രസാമഗ്രികളടക്കം JCB അടക്കം മണ്ണുമാന്തി യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ ഇന്ന് 4-ാം നാൾ തിരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാകുമെന്നാണ് പ്രതീക്ഷിക്കുക. മുണ്ടക്കയിലടക്കം പുഞ്ചിരിമട്ടത്തടക്കം നമുക്കറിയാം, നമ്മൾ ഈ പോയ 3 നാളുകൾ വലിയ ഹൃദയവേദനയുടെ കാലമാണെങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ അതിജീവനത്തിൻ്റെ എന്തെങ്കിലും സ്കോപ്പുണ്ടോ എന്ന ഒരു പ്രത്യാശയുടെ വെളിച്ചം നമ്മൾ ആ മണ്ണിൽ തിരയുകയാണ്. അവിടെ മനുഷ്യ സാന്നിധ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഏതെങ്കിലും കെട്ടിടത്തിനടിയിലൊക്കെ ഒരു മനുഷ്യനെങ്കിലും ജീവനോട് രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള നിതാന്ത പരിശ്രമത്തിലാണ്. അങ്ങനെ അദമ്യമായ ആഗ്രഹത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഓക്കെ, ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും കാണാതായവർക്കുള്ള തെരച്ചിൽ 4-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ദിവസമാണെന്ന് 40 ടീമുകളായി തിരിഞ്ഞ് 6 മേഖലകളായി കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ നടക്കുക. ഇന്ന് രാവിലെ തന്നെ അവിടെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന പുഞ്ചിരിമട്ടത്ത് ഇന്ന് പ്രത്യേക തെരച്ചിൽ നടത്തുമെന്നും അറിയുന്നു. ആർമിയുടെ സംഘം മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നത്. കനത്ത മഴ ഇന്നും രക്ഷാദൗത്യത്തിന് വെല്ലുവിളി ഉയർത്തുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ്. മുങ്ങൽ വിദഗ്ധന്മാരുടെ സഹായത്തോടെ ചാലിയാർ പുഴയിലും പുഴയൊഴുകുന്ന ഉൾവനത്തിലുമൊക്കെ ഇന്ന് പോലീസ് സ്റ്റേഷൻ പരിധികളിലുമൊക്കെ തന്നെ ഇന്ന് തെരച്ചിൽ നടത്തും. കാരണം ചാലിയാർ പുഴയിൽ മൃതദേഹങ്ങൾ ഒഴുകി നടന്ന അനുഭവം നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് തെരച്ചിൽ ചാലിയാർ പുഴയിലും വ്യാപകമായി നടത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ബെയിലി പാലം തുറന്നതോടെ ഈ ദൗത്യം കൂടുതൽ വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. കാരണം ആംബുലൻസിനും മറ്റുള്ള വാഹനങ്ങൾക്കും ആയുധങ്ങൾക്കും ഒക്കെ കൊണ്ടുപോകാനും മറ്റുള്ള യന്ത്രോപകരണങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ ഈ ദൃശ്യത്തിൽ കാണുന്ന ബെയിലി പാലം, പട്ടാളം അതിവേഗത്തിൽ നിർമ്മിച്ച ഈ പാലം ഉപകരിക്കുമെന്നാണ് ഇപ്പോഴുള്ള വിശ്വാസം. അതുപോലെ റഡാർ സംവിധാനവും ഹെലികോപ്റ്ററുകളും ISROയുടെ നിരീക്ഷണ സാറ്റലൈറ്റുകളും ഒക്കെ ഈ തെരച്ചിലിനെ ഉപയോഗപ്പെടുത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ അറിയുന്നത് 297 പേർക്കാണ് മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടത്. മാത്രമല്ല 202 ആളുകളെ കാണാനില്ല എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. ഈ വാർത്തകൾക്കോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഈ ഉത്തരേന്ത്യയിൽ നിന്നും നമ്മുടെ ഇവിടേക്ക് ചേക്കേറിയിട്ടുള്ള പല അതിഥി തൊഴിലാളികളും അവിടുത്തെ പ്ലാന്റേഷനുകളിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ കൃത്യമായി രജിസ്ട്രേഷൻ എടുത്ത ആളുകളാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കാണാതായവരുടെ എണ്ണം കൃത്യമായിരിക്കുമെന്ന് ഇനി വരും കാലമാണ് തെളിയിക്കേണ്ടത്. എന്തായാലും അതിദുഷ്കരം രക്ഷാദൗത്യമാണ് ഇപ്പോൾ വയനാട്ടിൽ പുരോഗമിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇന്ത്യക്കൊപ്പമുണ്ട് എന്നറിയിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സങ്കടകരമായ കാലഘട്ടത്തിൽ ഇന്ത്യക്കൊപ്പമാണ്, ഇന്ത്യയെ നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വരെ പറയുന്നു. ലോകത്തിലെ മാധ്യമങ്ങൾ മുഴുവനും ഇപ്പോൾ അവരുടെ കണ്ണുകൾ വയനാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടലുണ്ടായ വയനാട്, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നീ പ്രദേശങ്ങളിൽ സജീവ മനുഷ്യസാധ്യം നന്നേ കുറവാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ. തെർമൽ ഇമേജിംഗ് പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ആവശ്യപ്രകാരം കൊച്ചിയിലെ ഒരു ഏജൻസിയാണ് വന്ന് പരിശോധന നടത്തിയത്. തെർമൽ ഇമേജിംഗ് ദൃശ്യങ്ങൾ 24 കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ചൂരൽമലയിൽ ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിനിധി വിജയകുമാർ തത്സമയം ചേരുകയാണ്. വിജയകുമാർ, നമുക്കൊരു പ്രഭാതത്തെ നമസ്കരിച്ചൊരു വാർത്ത തുടങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. എങ്കിലും സുപ്രഭാതം, അവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂരൽമലയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ പ്രഭാതത്തിൽ താങ്കൾക്ക് കഴിയുന്നത്? രാവിലെ തന്നെ കനത്ത മഴ, അതാണ് നമ്മൾ ഏതാണ്ട് ഒരു 5 മണി 5:15 ഇറങ്ങിയതാണ്. കനത്ത മഴയായിരുന്നു. നമ്മളിങ്ങനെ കടന്നു വരുന്ന വഴി മുഴുവൻ ഇങ്ങനെ വെള്ളം കുത്തി ഒഴുകുന്ന തരത്തിൽ വലിയ മഴ പെയ്യുകയായിരുന്നു അവിടെ. ആ മഴ ഇപ്പോൾ അല്പം ശമിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത മഴയ്ക്ക് വീണ്ടും കോപ്പ് കൂട്ടുന്നുണ്ട്. മാനത്ത് വലിയ മഴക്കാർ വീണ്ടും വരുന്നുണ്ട്. മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വയനാട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനത്തിൻ്റെയും ഒക്കെ ആവശ്യപ്രകാരം ഒരു ഡ്രോൺ പരിശോധന നടത്തണം എന്ന തീരുമാനമെടുത്തിരുന്നു. ആ ഡ്രോൺ പരിശോധന 2 തരത്തിലാണ്. ഒന്ന്, സജീവ മനുഷ്യ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ട്
എന്നറിയാനും മറ്റൊന്ന് ഈ ഭൂപ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ അതനുസരിച്ച് ഇനിയിപ്പോൾ നഷ്ടപരിഹാരം അടക്കം നൽകേണ്ട സാഹചര്യത്തിൽ അവിടെ വീടുകൾ ഉണ്ടായിരുന്നോ, ആ വീടുകൾ എവിടെ പോയി എന്നതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയായിരുന്നു കൊച്ചിയിലുള്ള ഒരു ഏജൻസിയെ ജില്ലാ ഭരണകൂടം അതിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. അവർ ഇന്നലെ ചൂരൽമലയിലെത്തി പരിശോധന നടത്തി. നമ്മൾ അവരോടൊപ്പം കുറേ സമയം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ചൂരൽമലയിലെ ആ പുഴയുടെ ഭാഗങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ പോലും സജീവമായി ജീവനോടെ ഇല്ല എന്നവർ സ്ഥിരീകരിക്കുകയും പിന്നീട് നടത്തിയ പരിശോധനയിൽ അത് ശരിവെക്കുന്ന വിവരങ്ങൾ ഈ ആർമിയുടെ പരിശോധനാ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ മുണ്ടക്കൈ ഭാഗത്തേക്കും പുഞ്ചിരിമട്ടത്തേക്കുമാണ് പോയത്. മുണ്ടക്കൈയിൽ ഏതാണ്ട് സർവേ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ 1-2 പോയിന്റിൽ മാത്രമാണ് അവരുടെ തെർമൽ ഇമേജിങ്ങിൽ ചെറിയ സാധ്യത ഉള്ളത്. ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് എന്നാണ്. അതിൽ ചുവന്ന മാർക്കുള്ള ഭാഗത്താണ് മനുഷ്യൻ്റെ സജീവ സാന്നിധ്യം, അതായത് ജീവൻ്റെ അംശമുണ്ട് എന്ന് കരുതുന്നത്. അങ്ങനെ മുണ്ടക്കായി മേഖലയിൽ 1-2 ഭാഗത്ത് ചെറിയതായ ചുവന്ന പൊട്ടുകൾ അവർക്ക് ലഭിച്ചു. പക്ഷേ അവിടെ നടത്തിയ തെരച്ചിലിൽ അങ്ങനെ സജീവമായ മനുഷ്യനുണ്ടായിരുന്നില്ല എന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് അവർ മുണ്ടക്കൈയുടെ ഏതാണ്ട് ഒട്ടുമിക്ക ഭാഗവും ഇന്നലത്തെ സർവേയിൽ അവർ കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പുഞ്ചിരിമട്ടത്തേക്ക് അവർ അതിൻ്റെ താഴ്വാരത്തേക്കും അവർക്ക് പോകാൻ കഴിഞ്ഞു. അവിടെയും ജീവനോടെ ആരെങ്കിലും ഉണ്ട് എന്ന് തെളിയിക്കുന്ന സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇന്നും അവരുടെ സർവേ തുടരും. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഭാഗത്തെ സർവേയുടെ വിവരങ്ങളിൽ ആളുകളെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയില്ല എന്ന വിവരമാണ് ഇത്തരം ശാസ്ത്രീയ പരിശോധനയിലൂടെ വരുന്നത്. അപ്പോൾ ഇത് 100% ഉറപ്പ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഡ്രോൺ നിരീക്ഷണത്തിലൂടെ ഇപ്പോൾ നമ്മൾ ഷിരൂരിൽ മേജർ ജനറൽ ഇന്ദ്രപാലൻ നടത്തിയ പരിശോധന ഇതിന് സമാനമായിരുന്നു. അത് വെള്ളത്തിനടിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇത് മണ്ണിനടിയിലാണ് ആ പരിശോധന നടത്തുന്നത്. മണ്ണിനടിയിൽ ആഴത്തിൽ അത്തരം പരിശോധന നടത്തുമ്പോൾ അത്തരം വിവരങ്ങൾ, അതായത് അവിടെ സജീവമായ മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് അവർക്ക് ഇമേജിലൂടെ ഈ ഡ്രോണിലൂടെ അതിനെ സ്ഥിരീകരിക്കാൻ കഴിയും, കണ്ടെത്താൻ കഴിയും. അത് മാർക്ക് ചെയ്യാനും കഴിയും. അങ്ങനെ അത് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ ദൗത്യം യുദ്ധകാലാടിസ്ഥാനത്തിലെത്തുകയും അവിടെ പരിശോധന നടത്തുകയും ജീവനോടെ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നും ഈ സംഘത്തിൻ്റെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു എന്താണ് സങ്കട വാർത്തയാണ് നമുക്കിവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്. അപ്പോൾ ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും മണ്ണിനടിയിലുണ്ടെങ്കിൽ അവർക്ക് രക്ഷാകരം അവരിലേക്ക് എത്തിക്കുക എന്നതാണല്ലോ നമ്മൾ ഈ മണിക്കൂറിലൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ രക്ഷാകരം നമുക്ക് എത്തിക്കാൻ തക്ക നിലയിൽ മനുഷ്യർ അതിലില്ല എന്നത് വലിയ ആശങ്കാജനകമായ വിവരമാണ്. അവരൊക്കെ എവിടെ പോയി, അവർക്കൊക്കെ എന്തു പറ്റി എന്നതൊക്കെയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഇന്നലെ മുഖ്യമന്ത്രിയും ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന, തെരച്ചിലിന് നേതൃത്വം നൽകുന്ന ആർമിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ഇതേതാണ്ട് ശരിവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ജീവനോടെ ഇനി ആരെങ്കിലും അവിടെ ഒന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പൊതുവെ നമ്മുടെ രക്ഷാപ്രവർത്തകർക്കില്ല. ഇനിയിപ്പോൾ മൃതദേഹം കണ്ടെത്തുക, ബന്ധുക്കൾക്ക് കൈമാറുക, അതൊക്കെയാണ് ഇനി ബാക്കിയുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അതല്ല, ഇപ്പോൾ പുഞ്ചിരിമട്ടം അടക്കം, മുണ്ടക്കൈ അടക്കം, ചൂരൽമല അടക്കമുള്ള മേഖലകളിൽ കാണാതായവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിനോടകം ദൗത്യ സംഘങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെ കാണാതായി എന്നത് ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ ആ മേഖലയിൽ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഈ ചൂരൽമല ഒരു ചെറിയ ഗ്രാമമാണ്, ഒരു ചെറിയ അങ്ങാടിയാണ്. അതിൻ്റെ വലതുഭാഗത്ത് ആളുകൾ ധാരാളമായി താമസിച്ചിരുന്ന ഒരു മേഖലയുണ്ടായിരുന്നു. അവിടെ വീടുകളൊക്കെ അപ്പാടെ മണ്ണിനടിയിലാണ്. പക്ഷേ അവിടെയൊക്കെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയി എന്നതിൻ്റെ കൃത്യമായ കണക്കുകളൊന്നും ലഭ്യമായിട്ടില്ല. അപ്പോൾ അവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് തുടരുമെന്നാണ് ഈ NDRF-ഉം SDRF-ഉം ഫയർഫോഴ്സും അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് അവർ തെരച്ചിൽ തുടങ്ങി വെച്ചു. പക്ഷേ ഒരു മൃതശരീരമാണ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ആ വീട്ടിലൊക്കെ കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചാലിയാറിൻ്റെ തീരത്തേക്ക്, റിവർ വാലിയിലേക്ക് തെരച്ചിൽ നടത്തുമെന്ന് ആർമി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേക സംഘങ്ങളായി അവിടേക്ക് പോകും. അതുപോലെ ഉൾക്കാടുകളിൽ, ചാലിയാർ ഒഴുകുന്ന വഴിയിലെ ഉൾവനങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. കാരണം ചാലിയാറിലേക്കാണ് കൂടുതൽ ആളുകൾ ഒഴുകിപ്പോയത്. 100 കിലോമീറ്റർ അകലെ പോലും ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ എത്ര ശക്തമായ സമ്മർദ്ദമായിരുന്നു വെള്ളത്തിൻ്റെത് ആ സമയത്ത് ഉണ്ടായതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അങ്ങനെ ആ മേഖലയിലേക്ക് തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അത് 250 ആളുകൾ വരുന്ന
സംഘമാണ് തെരച്ചിലിന് പോകുന്നത്. അവർ 40 പേരടങ്ങുന്ന 6 സംഘങ്ങളായി തെരച്ചിലിന് രാവിലെ തന്നെ വിവിധ മേഖലകളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും അവരുടെ ദൗത്യം തുടങ്ങിയിട്ടുമുണ്ട്. വലിയൊരു മഴ കൂടി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെ ഇരുണ്ടു മൂടിയും വെളിച്ചം നന്നേ കുറവാകുന്ന ഒരു അന്തരീക്ഷമാണ് ചേർന്നത്. ഇന്ന് സംസ്ഥാനത്ത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ 7 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് അടഞ്ഞുകിടക്കും, അവധിയായിരിക്കും. പാലക്കാട് ജില്ലയിൽ അങ്കണവാടി ഉൾപ്പെടെ +2 വരെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി കൊടുത്തിരിക്കുന്നത്. കോളേജുകളിൽ ക്ലാസുകൾ നടക്കുമെന്ന് അറിയുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് ഈ അവധി കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നമ്മൾ സാങ്കേതികമായി ടിക്കർ എന്ന് വിളിക്കുന്ന ആ ഭാഗത്ത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവധിയുടെ വിശദാംശങ്ങൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഭാഗത്ത് നോക്കിയാൽ എവിടേക്കാണ് ഏതൊക്കെയാണ് പള്ളിക്കൂടങ്ങളോ അല്ലെങ്കിൽ കോളേജുകളോ അടഞ്ഞു കിടക്കുക എന്നുള്ള വിശദാംശങ്ങൾ ലഭിക്കും. കാശ്മീർ നമ്മൾ കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നു. കക്കയത്ത് മണ്ണിടിച്ചിലുണ്ടായി. കക്കയം ഡാം റോഡരികിലെ പാറക്കൂട്ടം അടർന്നു വീണു എന്ന് വാർത്ത വരുന്നു. പാറക്കഷ്ണം റോഡിൽ തങ്ങി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി എന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് താഴെ വസിക്കുന്ന 10 കുടുംബങ്ങൾ ഇപ്പോൾ ഭീതിയിലാണ് അവിടെ ജീവിക്കുന്നതെന്നും കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കാശ്മീർ നമ്മളിനി ആരിലേക്കാണ് പോവുക? ഷഫീദ് റാവുത്തറുണ്ട്. ഷഫീദ് ചൂരൽമലയിലാണ് നിൽക്കുന്നത്. ചൂരൽമലയിൽ ആർമി സംഘം എത്തിയിട്ടുണ്ട്. ഷഫീദ്, അത് മുണ്ടക്കൈ മേഖലയിലേക്കുള്ള ദൗത്യ സംഘമൊക്കെ ഓൾറെഡി നീങ്ങി കഴിഞ്ഞു. ആറന്മുള, അട്ടമല ആ മേഖലയിലേക്ക് ആദ്യമേ പോയി. 6 മേഖലകളിലേക്കുള്ള ദൗത്യ സംഘം പോയി കഴിഞ്ഞോ ഷഫീദ്? അസ്മിത, ആ പ്രോസസ്സാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് രാവിലെ 6:15 കൂടിയാണ് ഈ ആർമി സംഘം ഇവിടേക്ക് എത്തിയത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 സെക്ടറുകളായി തിരിച്ചിട്ടുണ്ട്. 6 സെക്ടറുകളായി ഓരോ സംഘത്തിലും 40 പേരുണ്ടാകും. അങ്ങനെയുള്ള സംഘങ്ങൾ ബെയിലി പാലം കടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ആ ഭാഗത്തേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ NDRF സംഘം അടക്കമുള്ള ആളുകൾ, ആർമി സംഘം ഉൾപ്പെടെ ഈ സ്ട്രക്ചറുകളുമായിട്ടൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രധാനമായും നമ്മൾ മുൻപ് സൂചിപ്പിച്ചു, ഈ ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശം അത് ആദ്യ സംഘം പോയത് അട്ടമല, ആറന്മുള ഭാഗത്തേക്കാണ്. രണ്ടാമത്തെ സംഘം മുണ്ടക്കൈയിലേക്ക് പോയിട്ടുണ്ട്. മൂന്നാമത്തെ സംഘം അത് പുഞ്ചിരിമട്ടത്തേക്കുള്ള സംഘമാണ്. NDRFന്റെ സംഘമാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനി 3 സോണുകൾ, 3 മേഖലകൾ കൂടിയുണ്ട്. അത് വെള്ളാർമല വില്ലേജ് റോഡ് ഒന്നാമത്തേത്, GVHSS വെള്ളാർമല രണ്ടാമത്തേത്, ചൂരൽമല പുഴയുടെ അടിവാരം അത് മൂന്നാമത്തേത്. അങ്ങനെ 6 സെക്ടറുകളായി തിരിച്ചുകൊണ്ട് വ്യാപകമായ തിരച്ചിലിനാണ് ഇന്നിപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കിന്ന് ഒരു മനുഷ്യ സാന്നിധ്യം എന്നതിനപ്പുറത്തേക്ക് പരമാവധി ആളുകളെ 206 പേരെ കാണാതായെന്ന ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമ്പോൾ അത്രയും പേർ എവിടെ ഉണ്ടായി എന്നുള്ള കാര്യം അത് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുകളിൽ ആ മേഖലകളിൽ അട്ടമല, ആറന്മുല, പുഞ്ചിരിമട്ടം അടക്കമുള്ള മേഖലകളിൽ കാര്യമായ മണ്ണടിഞ്ഞുകൂടി ചില പ്രദേശങ്ങളുണ്ട്. അവിടെ അടക്കം ആ റിവർ ബെഡ് ഉണ്ടായ സ്ഥലങ്ങളിലടക്കം മണ്ണ് മാന്തിക്കൊണ്ടുള്ള പരിശോധന നടക്കും. 25 ആംബുലൻസുകൾ ഈ ബെയിലി പാലം കടന്ന് ഇന്ന് ആ ഭാഗത്തേക്ക് പോകും, അതായത് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകും. മാത്രമല്ല യന്ത്രസാമഗ്രികൾ, അത് JCBയും ഹിറ്റാച്ചിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ ഇതിനോടകം തന്നെ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ പാസ് കൊടുത്തിട്ടായിരിക്കും അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ പിക്കപ്പ് വാനുകളിൽ അവിടെ നിന്ന് മൃതദേഹങ്ങൾ, കണ്ടെത്തിയ മൃതദേഹങ്ങൾ അവിടെ നിന്ന് ഈ പുഴയുടെ മറുകരയിലേക്ക് എത്തിക്കും. ശേഷം അവിടെ നിന്ന് സ്ട്രക്ചറുകളിൽ ചുമന്നാണ് ഈ താൽക്കാലിക പാലവും കടന്ന് ഇപ്പുറത്തേക്ക് എത്തിച്ച ആംബുലൻസുകളിൽ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ കാഴ്ച നമുക്ക് കാണേണ്ട സാഹചര്യം ഉണ്ടാകില്ല. മറിച്ച് ആംബുലൻസുകൾ അവിടേക്ക് എത്തും. അല്പസമയത്തിനുള്ളിൽ ആർമിയുടെ 3 വാഹനങ്ങൾ ഈ പാലം കടന്ന് അങ്ങോട്ടേക്ക് പോകും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആർമിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെത്തി ഇവരെ സംഘങ്ങളായി തിരിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് കടത്തിവിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിൽ മഴ തിരിച്ചടിയായിരുന്നു. ഇന്നലെ 3 മണിയോടുകൂടി മഴ സാഹചര്യത്തിൽ ആ തിരച്ചിൽ മതിയാക്കി തിരികെ വരേണ്ട ഒരു സാഹചര്യം, മുണ്ടക്കയിൽ നിന്ന് തിരികെ വരേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ ഇന്ന് അത് വാഹന സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചു നേരം കൂടി നീണ്ടേക്കാം എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയും. ഏതായാലും സംഘങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കൂടുതൽ തിരച്ചിൽ, അത് മണ്ണ് മാറ്റി, കല്ല് മാറ്റി, വലിയ മരങ്ങളൊക്കെ മാറ്റിയുള്ള തിരച്ചിൽ ആ ഭാഗത്തേക്ക് നടത്തേണ്ടതുണ്ട്. ഏറ്റവും ആദ്യം തിരച്ചിൽ നടത്തുക അട്ടമല, ആറന്മുല ഭാഗത്തേക്കായിരിക്കും. ശേഷം മുണ്ടക്കൈ, ഒടുവിൽ പുഞ്ചിരിമട്ടം. അങ്ങനെയാണ് ഈ മുകൾ ഭാഗത്തെ സോണുകൾ 3 സോണുകളായി ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നാലെ ഉള്ളത് താഴത്തെ ഭാഗമാണ്, താഴ്ഭാഗങ്ങളാണ്. ആ താഴ്ഭാഗങ്ങളിലും കാര്യമായി തിരച്ചിൽ ഇന്നുണ്ടാകും. ചൂരൽമലയുടെ ആ ഭാഗത്തേക്കൊക്കെ കുറച്ചു മുൻപ് വിജയകുമാർ പറഞ്ഞതുപോലെ ഇന്നലെ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയെങ്കിലും ഏതാണ്ട് അത് പൂർണ്ണമായി നമുക്ക്
അത് ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഐബോർഡ് ഡ്രോൺ സംഘം ഇന്നവരുടെ ആദ്യ സംഘം ഇവിടേക്ക് എത്തി പരിശോധന നടത്തും, ആദ്യഘട്ട പരിശോധന നടത്തും. ശേഷമായിരിക്കും നാളെ ഔദ്യോഗികമായി അവരും പരിശോധന നടത്തുക എന്നുള്ള വിവരം അത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഒരു വിവരമായി കൈമാറുന്നുണ്ട്. അതും ആ പ്രോസസ്സ് കൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ തെരച്ചിലിൽ വളരെ പ്രധാനപ്പെട്ട 2 കടമ്പകൾ കടക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എത്താൻ കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആളുകൾ അതിലേക്കൂടെ പോകുമ്പോൾ തൊട്ട് താഴെ ഇന്ന് 1.5 മണിക്കൂർ മഴയുണ്ടായിരുന്നു. ആ മഴയിൽ കുത്തിയൊലിച്ച് വരുന്ന ആ പുഴ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒഴുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ചാലിയാർ ഭാഗത്തേക്ക് ഇന്ന് വലിയ രീതിയിലുള്ള പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 40 കിലോമീറ്റർ പരിധിയിലെ 8 പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്ന് നടത്തും. അതിൽ 8 കിലോമീറ്ററുകൾ അങ്ങനെ പരിശോധന നടത്തുമ്പോൾ ആ സംഘത്തിൽ ഈ NDRF, SDRF അടക്കമുള്ള ആളുകൾ ഉണ്ടാകും. കൂടാതെ പ്രാദേശിക മത്സ്യബന്ധന ഈ മുങ്ങൽ വിദഗ്ധർ അടക്കമുള്ള ആളുകളെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് ആ പുഴയുടെ ഭാഗത്ത് തിരച്ചിൽ നടത്തും. ആ സംഘത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക പരിശോധന ഉണ്ടാകും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വനഭാഗത്ത് പുഴയുടെ അതിർത്തിയുള്ള വനഭാഗത്തടക്കം ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ പൊങ്ങിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. സമാന്തരമായി തന്നെ പോലീസിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏരിയൽ നിരീക്ഷണം, ഏരിയൽ പരിശോധന കൂടി ഈ ചാലിയാർ പുഴയിൽ നടത്തി മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടോ, മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം അവരും പരിശോധിക്കും. കൂടാതെ കോസ്റ്റ് ഗാർഡും നേവിയും ഇതേ രീതിയിൽ തന്നെ പരിശോധന ചാലിയാർ പുഴയുടെ ഭാഗത്ത് നടത്തും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ശ്രമകരമായ ദൌത്യം ഇന്നും തുടരും, 4ാം ദിവസവും തുടരുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ മന്ത്രി കെ രാജൻ നേരിട്ടെത്തി നിലവിൽ ഇന്നലെ നടത്തിയ മാസ്റ്റർ പ്ലാൻ, ഇന്നലെ വൈകിട്ട് 7 മണിക്ക് മന്ത്രിതല ഉപസമിതി യോഗവും 7:30 ഉദ്യോഗസ്ഥ യോഗവും ചേർന്നിരുന്നു. അതായത് റെസ്ക്യൂ സംഘങ്ങളുടെ യോഗവും ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആർമി വാഹനങ്ങളിൽ തൊട്ടടുത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെ ആർമി വാഹനങ്ങളിൽ വലിയ എക്യുപ്മെന്റ്സുകളുണ്ട്, അതായത് കട്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കോൺക്രീറ്റ് കട്ടടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനുശേഷമായിരിക്കണം ആ സ്ഥലങ്ങളിലൊക്കെ ആ കോൺക്രീറ്റ് കൂനകൾക്ക് നടുവിൽ പരിശോധന നടത്തേണ്ടത്. കൂടാതെ മൺകൂനകൾ മാറ്റാനുള്ള പ്രത്യേക സാമഗ്രികളും അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അതും മാറ്റിയുള്ള പരിശോധന നടത്തുന്നുണ്ട്. 206 പേരെന്നുള്ള കണക്ക്, മിസ്സിംഗ് കേസുകൾ 206 എന്നുള്ള കണക്ക് ഈ പ്രദേശത്തെ ഞെട്ടിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള തെരച്ചിൽ ഇന്നിവിടെ തുടരും. നമുക്ക് ആ ക്യാമറ ഒന്നുകൂടി ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. സംഘങ്ങൾ എല്ലാവരും തയ്യാറാണ്. അല്പസമയത്തിനുള്ളിൽ ഇവർ ഈ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, അട്ടമല എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് മറ്റ് സംഘങ്ങൾ കൂടി എന്ന് പറഞ്ഞാൽ രാവിലെ പെയ്ത ഒരു പെരുമഴ തൽക്കാലം ഇപ്പോഴും തോർന്നു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഒരു പാലം, ബെയിലി പാലമാണ്. ആ ബെയിലി പാലം എന്നുള്ളത് കേവലം ഒരു ഇരുമ്പ് നിർമ്മിതി എന്നല്ല കാണേണ്ടത്, അത് നമ്മുടെ അതിജീവനത്തിന്റെ ഇച്ഛാശക്തിയുടെ ഒരു പാലം എന്ന നിലയ്ക്ക് കൂടി കാണണം. അത് ഇന്ത്യൻ സൈന്യം ഇന്നലെയാണ് പ്രേക്ഷകർ കണ്ടതാണ് ആ ദൃശ്യങ്ങൾ. ഭാരത് മാതാ കി ജയ് എന്നൊക്കെയുള്ള മുദ്രാവാക്യത്തിന് അകമ്പടിയിൽ ആ പാലം ജനത്തിനു വേണ്ടി തുറന്നു കൊടുത്തത്. അതുമാത്രമല്ല, അവിടെ ഒരു പുതിയ പാലം വരും വരെ ഈ ബെയിലി പാലം നാടിന് സമർപ്പിക്കുകയാണ്. പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്താണ് ആ പാലം വേഗത്തിൽ പൂർത്തിയാക്കാൻ സൈന്യത്തെ സഹായിച്ചത്. 190 അടി നീളത്തിൽ 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ് ആ ബെയിലി പാലം. ഒരു രാത്രിയും ഒരു പകലും, അതിനിടയിൽ പെരുമഴയും. പ്രതിസന്ധികൾ ഏറെയായിരുന്നു. പക്ഷേ ദുരന്തങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തുമായി ചൂരൽമലയിൽ സൈന്യം ഉരുക്കുപാലം നിർമ്മിച്ചു. കുത്തിയൊഴുകുന്ന മലവെള്ളത്തിന് മുകളിൽ ഇന്നലെ വൈകിട്ടോടെയാണ് ബെയിലി പാലം ഒരുങ്ങിയത്. മേജർ ജനറൽ VT മാത്യുവിൻ്റെ വാഹനവും സൈന്യത്തിൻ്റെ ആദ്യ മെഡിക്കൽ യൂണിറ്റും ഇതുവഴി മുണ്ടക്കൈ മലയുടെ നെറുകയിലേക്ക് ആദ്യമായി കടന്നപ്പോൾ ഇരു കരകൾക്കിടയിലും അതൊരു ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും പുതിയ പാലമായി. പക്ഷേങ്കിൽ ഈ ഒരു ടെറൈനിൽ വന്നിട്ട് ഇത്രയും പെട്ടെന്ന് ഒരു കണ്ടീഷനിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസം വന്നിരുന്നു. മഴ വലിയ പ്രശ്നമായിരുന്നു. ഇന്നലെ രാത്രി വന്ന് പകൽ സമയത്ത് തന്നെ ഞങ്ങൾ ഒരുപാട് നേരം ഞങ്ങൾ ടാസ്കിൽ നിന്ന് പിന്മാറി പുറമെ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഒരുപാട് അതിലേക്ക് ഞങ്ങളപ്പുറം ചെയ്തത് ഒരു 12 മണിക്ക് ഉള്ള ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. പാലത്തിൻ്റെ ഫാബ്രിക്കേറ്റഡ് ബീമുകളും സാമഗ്രികളും കണ്ണൂർ വിമാനത്താവളം വഴിയാണ് വയനാട്ടിലേക്ക് എത്തിച്ചത്. വിശ്രമമില്ലാതെ പ്രതികൂലമായ കാലാവസ്ഥയെയും മറികടന്നാണ് ഇവിടെ പാലം ഉയർന്നത്. ഇതോടെ മുണ്ടക്കൈ മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിന് ഇനി വേഗതയേറും. ഞങ്ങൾ പോലും ന്യൂസ് കാണുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇതുപോലെ മൂവ് ഓർഡർ എന്നും പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാനും ഒരു മേജർ അനീഷ് മോഹൻ സാബ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും വേറെ 2 പേരുടെ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഉടനെ ഇവിടുന്ന് ഇറങ്ങുമായിരുന്നു. സാധാരണ ഞങ്ങളൊരു ഓപ്പറേഷന് പോകുമ്പോൾ ഞങ്ങളും അതിൻ്റെ ഉള്ള കാര്യങ്ങളുമായിട്ട് പാക്കൊക്കെ ചെയ്താണ് ഞങ്ങളും പോകുന്നത്.
പക്ഷെ അതൊന്നും നമുക്ക് തുറന്നു നോക്കേണ്ട പോലും കാര്യം വന്നില്ലെന്നുള്ളതാണ്. പാലം നിർമ്മിച്ച ഇന്ത്യൻ ആർമിയെ ഹർഷാരവങ്ങളോടെയാണ് നാട്ടുകാർ കൽപ്പറ്റയിലേക്ക് വരവേറ്റത്. ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ 250 സൈനികരാണ് ബെയ്ലി പാലം നിർമ്മിച്ചത്. കോരിച്ചൊരിയുന്ന അതിശക്തമായ മഴ, അടിയൊഴുക്കും കുത്തൊഴുക്കുമുള്ള പുഴ, പ്രതിസന്ധികൾ ഏറെയുണ്ടായിരുന്നു ഇന്ത്യൻ ആർമിക്ക് മുൻപിൽ. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച 24 മണിക്കൂർ ഊണും ഉറക്കുമില്ലാതെ നിർമ്മിച്ച പാലത്തിൻ്റെ പേരാണ് ബെയ്ലി പാലം. ബെയ്ലി പാലം രക്ഷാപ്രവർത്തനത്തിൽ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. ഇന്ത്യൻ ആർമിക്ക് ബിഗ് സല്യൂട്ട്. ഷഹദ് റഹ്മാൻ, 24 വയനാട്. ആഷ്മി, പ്രേക്ഷകരൊക്കെ ഒന്ന് രണ്ട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം, യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ ഏത് രീതിയിൽ സഹായിക്കണം, വയനാടിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെയാണ്. ഇപ്പം ആഷ്മിയുടെ ഒരു അഭിപ്രായം എന്താ ഇക്കാര്യത്തിൽ? അവിടുത്തെ ആളുകൾക്ക് ഇപ്പം നമുക്ക് അവിടെ ആളുകൾക്ക് ഇപ്പോൾ ഏറ്റവും രക്ഷാദൗത്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമ്പുകളിൽ ആളുകളുണ്ട്. ആ ക്യാമ്പുകളിൽ ആളുകൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും, വസ്ത്രമാവട്ടെ, ഭക്ഷണമാവട്ടെ, ഇനി കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടമാകട്ടെ, എല്ലാ സാധനങ്ങളും ഇനഫ് ആവശ്യത്തിന് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങോട്ടേക്ക് അധികം സാധനങ്ങൾ പോകേണ്ടതില്ലെന്ന് കളക്ടർ തന്നെ പറയുന്നുണ്ട്. സ്കാൻ ഇനി ചെയ്യാൻ കഴിയുക അവർക്കുള്ള ആ നാടിനെ പടുത്തുയർത്താനുള്ള കരുത്ത് കൊടുക്കുക എന്നുള്ളത്, കൈത്താങ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള വഴി മുഖ്യമന്ത്രി പറയുന്ന പോലെ നേരിട്ട് പോയി അവിടെ അവരെ കൊണ്ട് കൊടുക്കൽ സാധ്യമല്ല, അത് പ്രാക്ടിക്കൽ അല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് നിധിയിലേക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തുക സംഭാവന ചെയ്യുക, ആ നാടിന് കരുത്താവുക എന്നുള്ളത് മാത്രമാണ് തൽക്കാലം ചെയ്യാൻ കഴിയുന്ന സഹായം. അതോടൊപ്പം അങ്ങോട്ടേക്ക് വണ്ടി എടുത്ത് ഇറങ്ങാതിരിക്കുക എന്നൊരു സഹായം കൂടി ഇപ്പോഴും ചെയ്യണം. സ്കാൻ കാര്യം ഈ ദിവസങ്ങളിലൊക്കെ ഈ ദുരന്ത മേഖല കാണാൻ, രക്ഷാപ്രവർത്തനം കാണാൻ ഇപ്പോഴും ആളുകൾ വാഹനമെടുത്ത് ഇറങ്ങുന്നു എന്ന് അവിടുന്ന് കേൾക്കുന്നുണ്ട്. അത് അരുതരുതെന്ന് ആവർത്തിക്കുമ്പോഴും ആളുകൾ വാഹനമെടുത്ത് ഇറങ്ങുകയാണ്. അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. 4ാം ദിവസമാണ്, ഏറ്റവും ക്രൂഷ്യൽ ദിവസമാണ്, കൂടുതൽ വാഹനങ്ങൾ ഇന്നിറങ്ങുന്ന ദിവസമാണ്. സ്കാൻ മുണ്ടക്കൈ മേഖലയിലേക്ക് ഇന്നിപ്പോൾ 25ഓളം ആംബുലൻസുകൾ കടന്നു പോകാൻ പോകുന്നു, കൂടുതൽ വണ്ടികൾ കടന്നു പോകാൻ പോകുന്നു. അപ്പോൾ ആ മേഖലയിലൊക്കെ നമ്മുടെ വണ്ടിയും ഓരോരുത്തരെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. മുഖ്യമന്ത്രിയുടെ CMDRF ഫണ്ടിലേക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ചെയ്യുക. ഈ രീതിയിൽ ഈ ദുരന്ത സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഔചിത്യത്തോട് പെരുമാറുക എന്നുള്ളത് കൂടി ഈ സമയത്ത്